മഹാകുംഭമേള എനിക്ക് തോന്നുന്നു 7,000 കോടി രൂപ മുടക്കിയിട്ട് 2,00,000 കോടി രൂപ ഇന്ത്യൻ GDP-യിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മഹാമേള എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തിക മേളയോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രമായൊരു കുംഭമേള. നോക്കൂ, മഹാകുംഭമേളയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി വളരെ കാര്യക്ഷമമായി ഇത് സംഘടിപ്പിക്കുന്നു എന്നത് നമ്മൾ അഭിമാനത്തോടെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. രാഹുൽ പറഞ്ഞ പോലെ 7,000 കോടി രൂപയാണ് ഇതിന്റെ ഒരു മുഴുവൻ ചെലവായി കണക്കുകൂട്ടുന്നത്. വരവായി കണക്കുകൂട്ടുന്നത് 2,00,000 കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. നോക്കൂ, മഹാകുംഭമേളയാണ് നടക്കുന്നത്. 144 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് മഹാകുംഭമേള നടക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ മഹാകുംഭമേള ദർശിച്ച ഒരാൾ പോലും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓരോ 6 വർഷം കൂടുമ്പോഴും അർദ്ധകുംഭമേളയും ഓരോ 12 വർഷത്തിലും പൂർണ്ണ കുംഭമേളയും നടക്കുന്നുണ്ട്. അതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരടക്കം ഈ പറയപ്പെടുന്ന മഹാകുംഭമേള വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം പൗരാണികമായ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നെടുക്കുന്ന ഒരു മഹാ ഉത്സവമാണ് മഹാകുംഭം. അതിൻ്റെ ആചാരപരമായ ഐതിഹ്യപരമായ കഥകൾ അങ്ങോട്ട് മാറ്റി നിർത്താം. തീർത്ഥാടക ടൂറിസം, പിൽഗ്രിം ടൂറിസം, അതിലൂടെ പണം കണ്ടെത്താൻ ഈ പറയപ്പെടുന്ന ഉത്തർപ്രദേശ്, ഈ പറയപ്പെടുന്ന നമ്മൾ ഈ കളിയാക്കുന്ന ഈ സംസ്ഥാനങ്ങൾ, പ്രബുദ്ധരായ മലയാളികൾ കളിയാക്കുന്ന ഈ സംസ്ഥാനങ്ങൾ കാണിക്കുന്ന ഒരു മിടുക്ക് അതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാം മന്ദിർ പണിതതിലൂടെ ആഭ്യന്തര അന്താരാഷ്ട്ര വരുമാനം ഉത്തർപ്രദേശിന് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചു. ആരും മറക്കരുത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി പണിഞ്ഞപ്പോൾ കാക്കയ്ക്ക് തൂറാൻ എന്തിനാണ് ഒരു പ്രതിമ എന്ന് ചോദിച്ചവരാണ്. അതിലൂടെ ഉണ്ടാകുന്ന ടൂറിസം വരുമാനത്തെ കുറിച്ച് ആരും ചിന്തിക്കുക. പിൽഗ്രിം ടൂറിസം അല്ലെങ്കിൽ പോലും നമുക്ക് നരേന്ദ്രമോദി പക്ഷേ ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലാണെങ്കിലും എല്ലായിടത്തുനിന്നും വരുന്ന ടൂറിസ്റ്റുകൾക്ക് വലിയൊരു പ്ലേസ് തന്നെയാണ്. ഉറപ്പായിട്ടും നോക്കൂ, 10,000 ഏക്കറിലാണ് UP-യിൽ വാരണാസിയിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് വേദി ഒരുങ്ങിയിരിക്കുന്നു. 10,000 ഏക്കറിൽ 40 കോടി പേരെയാണ് 40 കോടി പേരെയാണ് ഈ പറയപ്പെടുന്ന 45 ദിവസത്തെ ഈ ആഘോഷങ്ങളിൽ അവിടെ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. വലിയ തിരക്കാണ് ഇത്തവണ മഹാകുംഭമേളയ്ക്ക്, വലിയ തിരക്കാണ്. ഞാൻ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഈ 45 ദിവസം ഉത്സവം തീരുന്നതിന് മുമ്പ് അവിടെ എത്തണം എന്നുള്ള അതിനുള്ള ശ്രമത്തിലാണ് ഞാൻ. എത്തിയാൽ എങ്ങനെയാണ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള. നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു TV ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പിൽഗ്രിം ടൂറിസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളം പിൽഗ്രിം ടൂറിസത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നൊരു വിമർശനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറയുന്നുണ്ട്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, ആറന്മുള ക്ഷേത്രം, തളി ക്ഷേത്രം പോലെ കേരളത്തിലെ അതിപുരാതനമായ പാരമ്പര്യം, കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് കേരള സർക്കാർ വേണ്ട ഇത് പ്രൊമോട്ട് ചെയ്യാൻ. ജഡായുപ്പാറ നോക്കൂ, അവിടെ രാമക്ഷേത്ര നിർമ്മാണം ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഇത്രത്തോളം ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാം പണി കഴിപ്പിച്ച മോസ്ക് കേരളത്തിലാണ്, തൃശ്ശൂരിലാണ്, കൊടുങ്ങല്ലൂരിലാണ്. ഇത്തരത്തിൽ എത്രയോ പാരമ്പര്യം വിളിച്ചോതുന്ന ക്രൈസ്തവ പള്ളികൾ. അപ്പൊ സ്വാഭാവികമായി എല്ലാ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്കും ഞാൻ പറഞ്ഞതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതാണ്, തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിൽഗ്രിം ടൂറിസത്തിലൂടെ ആഭ്യന്തര അന്താരാഷ്ട്ര വരുമാനം കൊണ്ടുവരുവാൻ കേരളത്തിന് സാധിക്കും. കേരളം അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ ആചാരങ്ങൾക്ക് എതിര് നിൽക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനമായാലും ഇപ്പോ ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറരുത് എന്ന് പറയുന്ന അനാവശ്യമായ പരാമർശങ്ങളായാലും ഒക്കെ മഹാകുംഭമേളയെ മറ്റൊരു അവജ്ഞയുടെ കണ്ണിലൂടെ കാണുന്ന ഒരു ജനവിഭാഗം ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. അത് നഗ്നതയൊക്കെ ഒരുപാട് കാണുന്നോണ്ടായിരിക്കാം. നോക്കൂ, ശിവഗണങ്ങളാണ് നാഗസന്യാസിമാരും അഘോരിമാരും ഒക്കെ. അപ്പോ സ്വാഭാവികമായും പാലാഴി മദനവുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ കിടക്കുന്നത്. ദേവനും അസുരനും 2 ഭാഗങ്ങളായി നിന്ന് പാലാഴി കടഞ്ഞുവെന്നും അതിൽ നിന്ന് ലഭിച്ച അമൃതകുംഭവുമായി ഇന്ദ്രന്റെ മകൻ ഓടിയെന്നും അതിനു പിന്നാലെ ഇവർ ഓടിയെന്നും അതിൽ നിന്നുള്ള അമൃതഗണങ്ങൾ 4 സ്ഥലങ്ങളിൽ പതിച്ചു എന്നൊക്കെയാണ് ഈ കഥ കണക്ട് ചെയ്തു പോകുന്നത്. ഈ ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ്. അങ്ങനെയാണ് 12 ദിവസം ഇന്ദ്രന്റെ മകൻ ഇതുമായി ഓടി. അങ്ങനെയാണ് 12 വർഷക്കാലമാണ് ഒരു പൂർണ്ണ
കുംഭമേള സംഭവിക്കുന്നത് എന്നാണ് വിശ്വാസം. രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഇതാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പൊതുവെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെ ഈ പറയപ്പെടുന്ന ഗംഗാ നദീ തീരത്തെ ഘട്ടുകളും അവിടുത്തെ ചിതയും അവിടുത്തെ ഗംഗാ ആരതിയും ഒക്കെ വലിയ ഏറ്റെടുത്തോണം. അപ്പോഴാണ് നോക്കൂ, ഇത്തവണ കാണാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ജനങ്ങൾ പങ്കെടുക്കുന്ന വിശ്വാസത്തിന്റെ പൗരാണികതയുടെ അങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന ഒരു മഹാ ഉത്സവം നമ്മുടെ രാജ്യമാണ് നടത്തുന്നത്. 40 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചില രാഷ്ട്രങ്ങളുടെ മുഴുവൻ ജനസംഖ്യയിലും വലുതാണ് എന്നുള്ളതാണ്. അതിലൂടെ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട്, അവിടേക്ക് എത്തുന്ന അതിഥികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് ഭാരതത്തിന്റെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് ഭാരതത്തിലേക്ക് ഒരു വലിയ മണി സോഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പരാതികളില്ല. നാഷണൽ മീഡിയാസ് മുഴുവൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. അല്ല, ഇത്രയും വർഷത്തിന് ശേഷം നടക്കുമ്പോൾ, അതും ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഈ കാലത്ത് തന്നെ ആളുകൾ എന്തായാലും അവിടേക്ക് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പോകും. ഒരുപാട് പേർക്ക് ഇപ്പം ഈ സോഷ്യൽ മീഡിയ ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ ചേട്ടന് ആഗ്രഹമുണ്ട് കുംഭമേള കാണാൻ പോകണമെന്ന്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ആഗ്രഹമുള്ള ഒരുപാട് പേർ ഇപ്പോൾ തന്നെ ഉണ്ട്. ഉറപ്പായിട്ടും ഒരു റീല് കാണുമ്പോൾ തന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു വിട്ടിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, 2025-ലും ഇപ്പോഴും കൗബീനം ധരിച്ച് നഗ്നരായി ഭസ്മം പൂശി നടക്കുന്ന അവിടെ പോകുന്ന നാഗസന്യാസിമാരോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അഘോരിമാരോ ഒന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ IIT മുംബൈയിൽ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾ വരെ അവിടെ അഘോരി സന്യാസിമാരായി പോകുന്നു. കഴിഞ്ഞ ദിവസം എന്നെ തൃശ്ശൂർ എന്ന് ചേട്ടൻ വിളിച്ചു, കൃഷ്ണകുമാർ ചേട്ടൻ. അദ്ദേഹം അഘോരി സന്യാസിമാർക്കൊപ്പം കുംഭമേളയ്ക്ക് പോയി. അദ്ദേഹം പോയത് അവരുടെ വേഷവിധാനങ്ങളോടെ അവരുടെ ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ് പോയത് എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായും വിദ്യാഭ്യാസമുള്ള ഒരു ഒട്ടനവധി പേർ ഘോരി സന്യാസിമാരായി. അവരുടെ ജീവിത രീതി സർവം ശിവമയമാണ്. എല്ലാം ശിവനിൽ അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും ഒരു ആത്മീയത ചിന്ത അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ വേ ഓഫ് ലൈഫ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ അവസാനം ഇങ്ങോട്ടാണ്. മറ്റേ സിനിമയിലൊക്കെ പറഞ്ഞു പോയതുപോലെ ഞാൻ ആരാണ് എന്നൊരു തിരിച്ചറിവിന് വേണ്ടി ബുദ്ധനും ശങ്കരനും എല്ലാം തേടിപ്പോയ ആ ഒരു ഉത്തരത്തിന് വേണ്ടി പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ ഒരു ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിളിച്ചു കാണിക്കാൻ ഇതിനൊക്കെ കഴിയുന്നു എന്നതാണ്. എന്തു തന്നെ ആയാലും ഉത്തർപ്രദേശ് സർക്കാർ ഈ മഹാകുംഭമേളയ്ക്ക് നൽകുന്ന വലിയ സ്വീകാര്യത. അപ്പോൾ ഗംഗയൊക്കെ വളരെ പരിശുദ്ധമായി ഒഴുകുന്നു. കഴിഞ്ഞ ദിവസം ഗംഗയിൽ പോയിട്ട് വന്ന ഒരാളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു, അർജുനുമായിട്ട് സംസാരിച്ചിരുന്നു. അവിടെയൊക്കെ ഇപ്പോഴും ഇത്രയും ജനങ്ങൾ ചൊല്ലുന്ന കയറുമ്പോഴും അവിടെ വളരെ കാര്യക്ഷമമായി തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് യാതൊരു വിധമായ പരാതികൾക്കും ഇട കൊടുക്കാതെ 40 കോടി ജനങ്ങൾക്ക് ഈ 45 ദിവസം കൊണ്ട് ആതിഥ്യം അരുളുക എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ യോഗി ആദിത്യനാഥിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും. അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ, ഒരു യോഗി വര്യൻ ഭരണത്തിലിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ചടങ്ങ് അവരുടെ സംസ്ഥാനത്ത് നടക്കുക എന്ന് പറയുന്നത്.